നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവിടെ എന്തായിരുന്നു പ്രശ്നം? ഒന്നും പറയണ്ട. കാർ അകത്തോട്ട് കയറാൻ നേരത്ത് പെട്ടെന്ന് ആ ഗേറ്റും കടഞ്ഞു. വണ്ടി തട്ടേണ്ടതായിരുന്നു. ടെൻഷനായി പോയി. അയ്യോ, വണ്ടി തട്ടിയില്ലല്ലോ. ഇല്ല. അപ്പൊ ചേച്ചി, ഇതാണ് ഞങ്ങളുടെ സംഗീതം. എങ്ങനെയുണ്ട് ചേട്ടാ നമ്മുടെ റോസ്മേരി ഹൗസ്? ഇതൊരു ഹോസ്റ്റലാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആരും പറയില്ല. ആ പുറത്തെ ബോർഡ് എടുത്ത് ദൂരെ എറിഞ്ഞാൽ നല്ലൊരു റിസോർട്ടാണെന്ന് പറയും. പുറത്തെ ബോർഡിന്റെ കാര്യമൊന്നും ഇവിടെ മിണ്ടല്ലേ. വാ, ബോർഡിനെ കാണാം. വാ. അല്ല, ലഗേജ് എടുക്കണ്ടേ? അതൊക്കെ അഡ്മിഷൻ എടുത്തിട്ട് വന്നെടുക്കാം. വരും. എന്തു വെച്ചി? സാരി വണ്ടി കുരുങ്ങിയതാ. വാ ചേച്ചി. എന്താ ഇത്? അതെന്താ അവിടെ ഒരു ഗുഹ? അതാണ് ഞങ്ങളുടെ റൂമിലേക്ക് പോകാനുള്ള വഴി. ആ ഗുഹയ്ക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. സമയം പോയില്ല. പിള്ളേർക്ക് കട്ടം കൊടുക്കാൻ സമയത്തിന് കിട്ടിയില്ലെങ്കിലേ ഇനി അതുങ്ങളുടെ അത് മതി. ഇതാരാ ചെയ്തേ? അവിടെ എന്തൊരു വിളി കേട്ടത്? ഇവിടെയുണ്ട്. ഇവിടെയും കൂടി ഒരു സൈൻ ഇട്ടേക്ക്. ഇവിടുത്തെ റൂൾസ് എല്ലാം വൃന്ദയുടെ മുത്തശ്ശനും ഇവരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ.
ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുള്ള ഒരു ഇളവും ഇവിടെ അനുവദിച്ചു തരില്ല. ഇങ്ങോട്ട് വരുമ്പോ ഇവരിവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു മാഡം. പുരുഷന്മാർക്ക് ഈ ഹോസ്റ്റലിൽ പ്രവേശനം ഇല്ലാന്ന് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഹോസ്റ്റലിനകത്തല്ല, ഈ ഹോസ്റ്റലിന്റെ കോമ്പൗണ്ടിനുള്ളിൽ കടക്കാൻ ആണുങ്ങളെ അനുവദിക്കാറില്ല. ഈ ഹോസ്റ്റലുമായി ബന്ധമില്ലാത്ത പുരുഷന്മാരെയും ഇവിടെ പ്രവേശിപ്പിക്കേണ്ടെന്ന് തന്നെയാ എന്റെ തീരുമാനം. പുരുഷന്മാരെ ഗേറ്റിന് പുറത്തേ നിർത്തൂ എന്നല്ല അതിനർത്ഥം. ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ വരാം. ആര്യവിന്റെ കാര്യം അറിയുമ്പോ എന്തായിരിക്കും അവസ്ഥ? ആരവോ, നീ അവന്റെ കാര്യം പറഞ്ഞ് എന്നെ പേടിപ്പിക്കല്ലേ. ഒരു നല്ല കാര്യം നടക്കുമ്പോ ആ സാധനത്തിന്റെ പേര് പറയാതൊന്നും മിണ്ടാതിരിക്കോ? അവന്റെ പേര് മിണ്ടിയ അപ്പ അവൻ കേറി വരും. വേണ്ടാത്ത കാര്യം ഡിസ്കസ് ചെയ്യാതെ. ഞാനീ പറഞ്ഞത് നിധിക്കും ഗൗതമിനും മനസ്സിലായോ? മനസ്സിലായി മാഡം. അനാവശ്യമായിട്ട് ആണുങ്ങൾ ഇവിടെ വരാൻ പാടില്ല, അതല്ലേ മാഡം ഉദ്ദേശിക്കുന്നത്? പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു ഹോസ്റ്റലില് ഇങ്ങനെയുള്ള മുൻകരുതലുകൾ എടുക്കുന്നത് വളരെ നല്ലതാണ് മാഡം. പെൺകുട്ടികൾക്ക് ഇത്രയും സുരക്ഷിതത്വമുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കും വൃന്ദയുടെ മുത്തശ്ശൻ ഞങ്ങൾ ഇവിടേക്ക് വിട്ടത്. നിങ്ങളെന്താ ഇക്കാര്യം ഇവരോട് പറയാതിരുന്നത്? ഞങ്ങളത് പറയണ്ടെന്ന് വെച്ചതാ മാം. ഞങ്ങളത് പറഞ്ഞ ഗൗതമേട്ടൻ നിധി ചേച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നാലോ എന്ന് കരുതിയാ പറയാതിരുന്നേ. അല്ല, ഈ പൂജയ്ക്ക് വേണ്ടി മാത്രമാണോ നിങ്ങൾ ഈശ്വരമംഗലത്ത് നിന്ന് ഇത്രയും ദൂരം വന്നത്? സൂര്യമംഗലത്തു നിന്നുള്ള നിർദ്ദേശമാണ് മാഡം. ഈ പൂജ ഞങ്ങൾക്ക് ഒഴിവാക്കാനോ മാറ്റിവെക്കാനോ ആവില്ല മാഡം. ഗൗതമേട്ടനും നിധി ചേച്ചിക്കും വിട്ടൊഴിയാത്ത കുറെ പ്രശ്നങ്ങളുണ്ട് മാഡം. അതെല്ലാം അകറ്റാൻ ഈ പൂജ ചെയ്യണോന്നാ മുത്തശ്ശൻ പറഞ്ഞേക്കുന്നേ. ഞങ്ങൾക്കും പഠനത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നാ മുത്തശ്ശൻ പറയുന്നേ. അതെല്ലാം പരിഹരിക്കാൻ ഞങ്ങളും ഈ പൂജയിൽ പങ്കെടുക്കാനാ മുത്തശ്ശൻ നിർദ്ദേശിച്ചിരിക്കുന്ന മാം. എല്ലാ കാര്യങ്ങളും വൃന്ദയുടെ മുത്തശ്ശൻ മാമിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. 7 ദിവസത്തെ പൂജയുടെ കാര്യമാണ് തിരുമേനി വിളിച്ചു പറഞ്ഞത്. എന്തിനു പോയിട്ട് വന്നാലും രാത്രി 9 മണിക്ക് ഇവിടെ ഗേറ്റ് അടയ്ക്കും. പിന്നീട് ആർക്കും ഇവിടെ പ്രവേശനം ഉണ്ടായിരിക്കില്ല. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. നിങ്ങൾ സമയനിഷ്ഠ പാലിക്കണം. എല്ലാ കാര്യത്തിലും മാം സമയനിഷ്ഠ പാലിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. പക്ഷേ മാമിന്റെ ക്ലോക്കിന് ഒരു സമയനിഷ്ഠയില്ലല്ലോ. ടൈം തെറ്റാണല്ലോ മാഡം. ഇതെങ്ങനെ സംഭവിച്ചു? പുതിയ ക്ലോക്കാണല്ലോ. കുറച്ചു മുമ്പ് വരെയും റൈറ്റ് ടൈം ആയിരുന്നു. ഇപ്പോഴത്തെ ക്ലോക്കിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല മാഡം. എല്ലാം ഫുൾ തട്ടിപ്പാ മാം. മാഡം, നിധിയുടെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ കംപ്ലീറ്റ് ആയല്ലോ അല്ലേ? അതെല്ലാം ഓക്കെയാണ്. ഇനി ഗൗതം പൊയ്ക്കോളും. നിധിയെ ഞാൻ അക്കോമഡേറ്റ് ചെയ്തോളാം. താങ്ക് യു മാം. താങ്ക് യു മാം.